ശോഭാ സുരേന്ദ്രൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതീക്ഷിച്ച ലക്ഷ്യത്തിൽ ബി.ജെ.പിയെ എത്തിക്കും. ബി.ജെ.പി ദേശീയ നിർവാഹക സമിതി അംഗവും കേരളത്തിലെ മുതിർന്ന ബി.ജെ.പി നേതാവുമായ ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ശോഭാ സുരേന്ദ്രനെ കേരളത്തിലെ ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ അടുത്തിടെ ശക്തമായി പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. ശോഭാ സുരേന്ദ്രന്റെ സന്ദർശനം സംസ്ഥാന ബി.ജെ.പിയിൽ നടക്കുന്ന ഉൾപോരിന് ആക്കം കൂട്ടുമോ എന്നാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഉയരുന്ന ചോദ്യം. അതേസമയം അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച തനിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയെ ഡൽഹിയിൽ സന്ദർശിച്ചുവെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് ചരിത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്ന അമിത്ഷാജിയോടൊപ്പമുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ ബി.ജെ.പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകരുന്നുവെന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. കേരളത്തിൽ ബി.ജെ.പി അധ്യക്ഷനായി കെ സുരേന്ദ്രൻ ടേം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കൂടാതെ കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യണമെന്നും പാർട്ടിക്കുള്ളിൽ നിന്നും ആവശ്യമുയരുന്നതിനിടയിലാണ് ശോഭാ സുരേന്ദ്രനും അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ പാർട്ടിക്കുള്ളിൽ തഴയുകയാണെന്ന വാദം ശക്തമാണ്. മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ലീഡ് ഉയർത്തിക്കൊണ്ടുവരുവാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു. പാർട്ടിക്കുള്ളിൽ സുരേന്ദ്രനെതിരായി ഉയർന്നു വന്ന ശബ്ദങ്ങളെല്ലാം ഇല്ലാതാക്കാൻ തൃശൂർ തെരഞ്ഞെടുപ്പ് ഫലം വരെ ഒരു പരിധിവരെ സഹായിച്ചിരുന്നു. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമായിരുന്നു ബി.ജെ.പി ഏറ്റുവാങ്ങിയത്. ഇതോടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും സുരേന്ദ്രനെ മാറ്റണമെന്നും പകരം ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷനാക്കണമെന്നുള്ള ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വന്നു. നിലവിൽ ബി.ജെ.പി സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ താഴെത്തട്ടിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തോടെ ബി.ജെ.പിക്ക് പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കുമെന്നാണ് റിപ്പോർട്ട്.